ആറ്റുകാൽ ദേവിക്ക് ഭക്തജനലക്ഷങ്ങൾ ഇന്ന് പൊങ്കാല അർപ്പിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയുമായി ആശാ വർക്കർമാർ. ഒരു മാസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരാണ് ഇന്ന് പ്രതിഷേധ പൊങ്കാലയിട്ട് സമരം നടത്തിയത്. സർക്കാരിന്റെ കനിവ് തേടിയുള്ള പൊങ്കാലയാണ് ഇടുന്നതെന്ന് ആശാ വർക്കർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശമാരുടെ പ്രശ്നം വരാത്തതിന്റെ നിരാശയിലും അതൃപ്തിയിലുമാണ് സമരക്കാർ. ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലെ തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് കൂട്ടുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി JP നദ്ദ കൂട്ടുന്നത് എത്രയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കേരളം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രിയും കൊടുത്തിരുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയും ആവർത്തിച്ചിരുന്നു. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തി സമരം കടുപ്പിക്കുവാനാണ് ആശമാരുടെ നീക്കം. അതേസമയം ആശാ വർക്കർമാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ആശമാർ താഴെത്തട്ടിൽ നടത്തുന്നത് നിർണായക സേവനമാണെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ശുപാർശ നൽകിയത്. നിലവിൽ 5000 മുതൽ 9000 വരെയാണ് ആശാ വർക്കർമാർക്ക് ധനസഹായം കിട്ടുന്നത്. ഇത് 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്ന് പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ആശാ വർക്കർമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ആരോഗ്യ പരിപാലനത്തിനും ധനസഹായം തികയുന്നില്ല. ആരോഗ്യ ഗവേഷണ രംഗത്തും ആശമാരെ പ്രയോജനപ്പെടുത്തണം. ഇതിനധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റിയുടേതാണ് ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് സൗജന്യമായി പൊങ്കാല കിറ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിതരണം ചെയ്തു. ഇന്നലെ രാവിലെ യാത്രക്കിടയിൽ സമരവേദിയിലെത്തി കിറ്റ് എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. വൈകിട്ട് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 100ഓളം പേർക്കുള്ള അരി, ശർക്കര, വാഴക്കുല, തേങ്ങ എന്നിവ സമരവേദിയിൽ എത്തിക്കുകയായിരുന്നു. ആശാപ്രവർത്തകർക്ക് നല്ലത് സംഭവിച്ചേ മതിയാകൂ എന്നാണ് തന്റെ പക്ഷമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത്, എന്റെ വഴി വേറെയാണ് എന്നായിരുന്നു പ്രതികരണം. തീരുമാനിച്ചത് സ്റ്റേറ്റ് ആണ്. പക്ഷേ അത് പറയുമ്പോൾ മാത്രം ഞങ്ങൾ കേന്ദ്രത്തിനോട് നിങ്ങൾ ചോദിക്കൂ, അവിടെ സമരം ചെയ്യൂ എന്ന് പറയുന്ന അവസ്ഥ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഈ സമരത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് ഇതിനുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് കേരളത്തിന് അറിയണം. കേരളത്തിലെ പൊതുസമൂഹത്തിന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ സ്ത്രീകൾ മഴയും വെയിലും കൊണ്ട് ഇതുപോലെ ഇത്രയും ദുരിതം അനുഭവിച്ച് സമരം ചെയ്യുന്നത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. 233 രൂപ കൊണ്ടൊരു ദിവസം ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഏതാളുകൾക്കും അറിയാം. അതുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്. ഇന്ന് ഈ പൊങ്കാല ദിവസം ഇവരോട് സംസാരിക്കുക, ഞാൻ പ്രതിഷേധ പൊങ്കാലയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും അവർ പറയുന്നു, അല്ല, ഞങ്ങൾ സങ്കട പൊങ്കാലയാണ്. കാരണം വെച്ചാൽ ഒരു തരം അക്രമങ്ങളുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ ഇവിടെ ഇരിക്കും എന്ന പ്രതിജ്ഞയിലാണ് അവർ ഇന്ന് പൊങ്കാല സമർപ്പിച്ച് അതെങ്കിലും അനുകൂലമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ്.